മൻ ഷഹിദൽ ജനാസ, ഒരു ജനാസയെ ഒരാൾ അനുഗമിക്കുകയാണെങ്കിൽ ഹത്താ യുസല്ലിയ അലൈഹാ, ആ ജനാസക്ക് മയ്യത്ത് നിസ്കരിക്കുന്നവരെ ഒരു ജനാസയുടെ കൂടെ നിന്നാൽ ഫലഹു ഖീറാത്ത്, അവർക്ക് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. വമൻ ഷഹിദഹ, എന്താണ് ഖീറാത്ത് എന്ന് പറയാം. വമൻ ഷഹിദഹ ഹത്താ തുദ്ഫന, ഒരു ജനാസയെ മണ്ണിലേക്ക് ദഫൻ ചെയ്യുന്നവരെ ഒരാൾ ആ മയ്യത്തിൻ്റെ കൂടെ നിന്നാൽ, ആദ്യം പറഞ്ഞ ജനാസ നിസ്കരിച്ചു പോരുന്നവരുണ്ടാവും, അത് നിൽക്കാതെ മയ്യത്ത് മറവ് ചെയ്യുന്നത് വരെ ഒരാൾ കാത്തിരുന്നാൽ ഫലഹു ഖീറാത്താൻ, അല്ലാഹു അവർക്ക് 2 ഖീറാത്ത് പ്രതിഫലം നൽകും. ഖാലൂ വമൽ ഖീറാത്താനി, എന്താണ് നബിയെ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? ഫഖാല മിസ്ലുൽ ജബലൈനിൽ അദീമൈൻ, വലിയ 2 മലകളെ പോലോത്ത പ്രതിഫലം. ആദ്യത്തെ ആൾക്ക് 1 പർവ്വതത്തോളം വരുന്നത്, മറവ് ചെയ്യുന്നവരെ കാത്തിരുന്നാൽ മറ്റൊരു മലയോളം 2 മലകളുടെ പ്രതിഫലം അള്ളാഹു നൽകും. 2 മലയോളം അള്ളാഹു പ്രതിഫലം നൽകും. ഇത് അള്ളാഹു എത്ര വലിയ ഷക്കൂറാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഷാക്കിറാണ്, നന്ദിയുള്ളവനാണെന്നതിന് അപ്പുറത്ത് ഷക്കൂർ, ഒരുപാട് നമ്മൾ അർഹിക്കുന്നതിലും അപ്പുറം അള്ളാഹു കൂലി നൽകുന്നവനാണ്. വഴിയിൽ കിടക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ കമ്പ്, അല്ലെങ്കിൽ വഴിയിലേക്ക് ചാഞ്ഞു നിന്നിരുന്നൊരു കമ്പ് മുറിച്ചു മാറ്റിയപ്പോൾ, അങ്ങനെയാവാം. അതല്ലെങ്കിൽ അവിടെ മുറിഞ്ഞു വീണ് കിടക്കുന്ന ഒരു മരത്തിൻ്റെ കമ്പ് വഴിയാത്രക്കാർക്ക് പ്രയാസമായി മാറിയപ്പോൾ അതൊരു മനുഷ്യൻ മുറിച്ചു കളഞ്ഞു. ജനങ്ങളുടെ വഴിയിൽ പ്രയാസമുണ്ടാക്കിയത് അതവിടെ നിന്ന് എടുത്തു മാറ്റി. അതിന് ഫശഖറല്ലാഹു ലഹു ബിഹാ, ആ ചെയ്ത പണിക്ക് അല്ലാഹു നന്മ ചെയ്തു. ഫഅദ്ഖലഹുൽ ജന്ന, അല്ലാഹു അവർക്ക് സ്വർഗം നൽകി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും, ജനങ്ങൾക്കാണ് പ്രയോറിറ്റി എന്നാണ്. നമ്മൾ പ്രയോറിറ്റിയുടെ വിഷയത്തിൽ ക്ലാഷിലാവും. ഇസ്ലാമിൽ മനുഷ്യനാണ് പ്രാധാന്യം. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഒരു മരം മുട്ടുമ്പോഴേക്കും അവിടേക്ക് കൊടി പിടിച്ചു വരേണ്ട ആവശ്യമില്ല. അത് ജനങ്ങളുടെ ഒരു ഉപകാരത്തിനാണോ? പിന്നെ എന്ത് പ്രകൃതിവാദികളാവട്ടെ ആരാവട്ടെ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു കറണ്ട് ലൈൻ പോകുന്നുണ്ട്, മരത്തിലെ കമ്പ് വീണ് പോയാൽ ഒരുപാട് ആളുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകും, അപ്പോൾ അത് മുറിക്കേണ്ടി വരും. ഏത് മരം തൊട്ടാലും അത് പ്രശ്നവും സമരവും പ്രശ്നങ്ങളുമാക്കുക, അതൊന്നൊരു നല്ല രീതിയല്ല. മനുഷ്യന് ഉപകാരപ്പെടുന്നത് അത് ചെയ്യേണ്ടതാണ്. മരം നട്ടുപിടിപ്പിക്കാൻ പറഞ്ഞ മതമാണ് ഇസ്ലാം. അറിയാമല്ലോ, ഖിയാമത്ത് നാളിൻ്റെ ബഹളങ്ങൾ തുടങ്ങിയാൽ നിങ്ങളൊരു ഈത്തപ്പനയുടെ അല്ലെങ്കിൽ ഒരു ചെറിയ ചെടിയുടെ ഒരു ചെടി നിങ്ങൾ നടാൻ പോവുകയാണ്. ഖിയാമത്തല്ലേ, ഇനി എന്ത്, ലോകം അവസാനിച്ചില്ലേ, ഇനി ആർക്ക് ഈത്തപ്പഴം, ആര് നനക്കാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പോകരുത്. ഫൽയഗ്രിസ്ഹാ, നിങ്ങൾ കൊണ്ടുപോയി നടണം, എന്നിട്ട് ഖിയാമത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ നിബിധങ്ങളാണ് മനുഷ്യർക്ക് പ്രയാസമുള്ള ഒരു മരത്തിൻ്റെ കമ്പ് അവിടെ നിന്ന് മുറിച്ചു മാറ്റിയാൽ അത് കാരണം സ്വർഗം നൽകുമെന്നും പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.